ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വറുത്തെടുത്ത ചിക്കൻ കറിയാണ്. ഇപ്പോൾ എങ്ങനെയാക്കാം, എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനം സവാള, പച്ചമുളക്, പിന്നെ തക്കാളി അരച്ചതാണ്. ഇതാണ് തേങ്ങ വറുത്ത് അരച്ചത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിനകത്ത് തന്നെ പട്ടയും ഗ്രാമ്പും കൂടി ചേർത്തരച്ചതാണ്. പിന്നെ ഇത് പെരക്കി വെച്ച ചിക്കൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാണ്ട് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചിക്കനിൽ പെരക്കാനുള്ള മസാലപ്പൊടിയും കൂടി റെഡിയാക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ട സാധനം ചട്ടി വെച്ചിട്ട് അതിനകത്ത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ എരിവനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകും കൂടി ഇടുന്നുണ്ട്, അതിന് അനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കളറ് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വറുക്കാം. അതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് ചിക്കനിലോട്ടിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഞാൻ ചിക്കൻ മസാല ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾ അതിൽ തന്നെ ചേർത്ത് വറുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചിക്കൻ പെരക്കി വെക്കാം. അതിന് ശേഷം തേങ്ങ അരവാണിത്. അതിന് വേണ്ട സാധനം തേങ്ങ ചിരകിയിട്ട് അതും കൂടി വറുത്ത് കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട്. അപ്പോൾ നല്ലൊരു ഇങ്ങനെ മൂത്ത് വരണം, തേങ്ങ കരിഞ്ഞു പോകരുത്, ഇങ്ങനെ വറുത്തോണ്ടേ ഉണ്ടാവണം. തേങ്ങ ഇങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന വരെ വറുത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ടും കൂടി ഇച്ചിരി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ചിക്കനിൽ എന്തെല്ലാം പെരക്കിയ ആ സാധനം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങനകത്ത് ചിക്കൻ മസാലയും മുളക് പൊടി ഇതിനകത്ത് നമുക്ക് ഇടണ്ട, ഗരം മസാലയും കൂടി ഇതിനകത്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ മുളക് പൊടി ഇടാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് അറവ് റെഡിയായി, അതെടുത്ത് നമുക്ക് അരച്ചു വെക്കാം. അത് നേരത്തെ കാണിച്ചില്ല, അതുപോലെ ഒന്ന് അരച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ, നല്ലൊരു ബ്രൗൺ കളറായി വരട്ടെ. പറഞ്ഞോളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളി നല്ലോണം കളർ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കമൻറ്റിൽ കൂടി എനിക്ക് പറയാം. ഓക്കെ, എനിക്ക് മലയാളം അത്രയും എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പും ആ പേസ്റ്റും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം തക്കാളി അരച്ച് വെച്ച സാധനം കൂടി നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ നല്ലോണം പച്ചമണം പോട്ടെ കേട്ടോ. അപ്പോൾ നല്ലോണം പച്ചമണം എല്ലാം പോയി നല്ല ഇങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വറുത്തരച്ച തേങ്ങ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അത് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കാം നമുക്കിത്. തേങ്ങൻ്റെ ഒരു പച്ചമണെല്ലാം പോയി ഒരു സെറ്റാവുന്ന വരെ. അതിനുശേഷം ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു വെള്ളമെല്ലാം ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനോ കറിക്ക് ആവശ്യത്തിനോ ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പെരക്കി വെച്ച ചിക്കനും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല, ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിടണ്ടേ. ഇട്ടിട്ട് നമ്മൾ പരക്കി ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം വരുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി വാളൻപുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഇച്ചിരി വാളൻപുളി പിഴിഞ്ഞ വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. പക്ഷേ തുറന്ന് നോക്കുമ്പോൾ നല്ല വെള്ളമെല്ലാം വന്ന് ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. 2 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഇച്ചിരി മല്ലിച്ചപ്പും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ കൂടി പറയണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇത്രയല്ലോ നമ്മൾ കറി അടച്ചു വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.